തിരുനാൾ. ദുഃഖനാൾ എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മ എന്നാണ്. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ ഓർമ്മ തിരുനാൾ മാർത്തോമ ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒന്നാണ്. വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർ തോമസ് ശ്ലീഹായുടെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസം ശ്ലീഹായോട് നമുക്ക് ലഭിച്ച വിശ്വാസ വെളിച്ചത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്നേ ദിവസത്തിന്റെ നന്മകൾ നേർന്നുകൊണ്ട് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. We have a wonderful program lined up, including performances, awards, and heartfelt messages. So let's celebrate this great evening. തോമസ്, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. Oh
teaching an inspiring environment for us, and also helping us to grow in faith and understanding the God's words. His commitment to our Sunday school program is truly commendable. ഈ കലാസന്ധ്യയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട സോൾ സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ദുഃഖാന തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു. ഭാരതസഭയുടെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷി ദിനത്തിലെ 1952 വാർഷിക ആഘോഷിക്കുന്ന സുദിനമാണ് ഇന്ന്. ഒപ്പം സീറോ മലബാർ സഭയുടെ സഭാദിനവും നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ പുണ്യദിനത്തിൽ തന്നെയാണ് നമ്മുടെ സൺഡേ സ്കൂൾ വാർഷികവും സമുചിതമായി ആചരിക്കുക. ആയതിനാൽ തന്നെ ഈ ദിനം നമുക്ക് ഏവർക്കും സന്തോഷദായകമാണ്. നമ്മുടെ സഭയെക്കുറിച്ച് നമുക്ക് അഭിമാനത്തോടുണ്ടാകുന്നതും അതോടൊപ്പം മാർ തോമാസ് ശ്ലീഹ നമുക്ക് പകർന്നു തന്ന വിശ്വാസ പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. 1860 രൂപപ്പെട്ട ആനിക്കാട് സെന്റ് മേരീസ് ദേവാലയത്തിലെ വിശ്വാസ പൈതൃകം അഭംഗുരം കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ആനിക്കാട് സെന്റ് മേരീസ് സൺഡേ സ്കൂളിൻ്റെ പേരിൽ ഈ വാർഷിക ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. സെബാസ്റ്റ്യൻ സാറിനെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആനിക്കാട് സെന്റ് മേരീസ് സൺഡേ സ്കൂളിന്റെ 2023-24 പ്രവർത്തന വർഷത്തെ റിപ്പോർട്ട്. സഭാതനയരുടെ വിശ്വാസ പരിശീലനം സഭയുടെ അടിസ്ഥാന കടമകളിൽ ഒന്നാണ്. ദൈവിക വെളിപാടിലൂടെ സഭ സ്വന്തമാക്കിയ വിശ്വാസ പൈതൃകം കറയും കലർപ്പും കൂടാതെ വരും തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് അവരെ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനും സഭാ ശരീരത്തിലെ സജീവ അംഗങ്ങളുമാക്കി തീർക്കുവാൻ പ്രാപ്തരാക്കുകയാണ് വിശ്വാസ ജീവിത പരിശീലനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമസ് ശ്ലീഹ കേരളത്തിൽ വന്നതും യേശുവിന്റെ നാമത്തിൽ അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തതും മാമോദിസ മുഖ്യത്തിന്റെ ചരിത്രവുമാണ് റമ്പാൻ പാട്ടിൽ 448 വരികളിലായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വരികളിൽ നിന്നും വളരെ ചുരുക്കം വരികളാൽ ഈ ക്രിസ്തു ശിഷ്യന്റെ ചരിത്രം ഒരു നൃത്ത സംഗീത രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്.
അച്ഛന് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ഫീസ്റ്റിന്റെ ആശംസകൾ നേരുന്നു. So let's welcome our beloved Father Manu to deliver this message. മിശിഹ എന്ന വെളിച്ചം ലോകത്തിന് പകർന്നു നൽകുന്നതിന് വേണ്ടി ഇല്ലാതായി തീർന്നവരാണ് ശിഷ്യന്മാരെന്നാണ്. നമ്മളെല്ലാവരും സ്വായത്തമാക്കേണ്ട ഒരു നല്ല മാതൃക, ഒത്തിരിയേറെ നല്ല മാതൃകകൾ തോമാസ് ലീഹ നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ഇന്ന് ശ്രമിച്ചു, സുവിശേഷം വായിച്ചു, അതെല്ലാം തോമാസ് ലീഹയെ അധികരിച്ചുള്ളതായിരുന്നു. തോമാസ് ലീഹ എങ്ങനെയാണ് വിശ്വാസത്തിൽ ജീവിച്ചതെന്നും ആ വിശ്വാസം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പകർന്നു നൽകിയതെന്നൊക്കെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന ഒരു ശിഷ്യത്വം, അതാണ് യഥാർത്ഥത്തിൽ ശിഷ്യരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇടവകയിലെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇതോടൊപ്പം നിർവഹിക്കപ്പെടുകയാണ്. പ്രതിജ്ഞ ഏറ്റുചൊല്ലുന്നതിനായി നമുക്ക് എഴുന്നേൽക്കാം. ഈശോയിൽ ഞാൻ പൂർണ്ണമായി ശരണപ്പെടുന്നു. മിശിഹായുടെ കൃപയിലും പിതാവിന്റെ സ്നേഹത്തിലും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിലും എന്നെ വളർത്തുന്ന എൻ്റെ അമ്മയായ സഭയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ ജനിച്ച് അതിൽ വളരുവാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദാനമായി എനിക്ക് ലഭിച്ച ക്രൈസ്തവ വിശ്വാസം എൻ്റെ ജീവൻ ബലി കഴിച്ച് മറ്റുള്ളവർക്കായി പങ്കുവെച്ച് ഞാൻ സംരക്ഷിക്കും. മാർത്തോമാ ശ്ലീഹായുടെയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും മറ്റു വിശുദ്ധരുടെയും മാതൃക സ്വീകരിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി ഞാൻ വർത്തിക്കും. വിശ്വാസ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ എൻ്റെ ജീവിതം കൊണ്ട് ഈശോയിലുള്ള വിശ്വാസം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കും. Music gives a soul to the universe, wings to the mind, flight to the imagination, and life to everything. സംഗീതം എന്നും മനസ്സിന് കുളിർമയേകുന്നതാണ്. ഇമ്പമേർന്ന ഗാനവുമായി നമ്മുടെ പ്രിയ അധ്യാപകരെ ും
മിനൽ